മനോഹരൻ, ഇവിടെ ഈ കുടുംബത്തെ ചൂഴ് നിൽക്കുന്ന ദുരൂഹതയെ പറ്റി നിങ്ങൾക്ക് നേരത്തെ തോന്നിയിട്ടില്ല? ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ ഇപ്പോൾ അവിടെ ഷീജ എന്ന് പറയുന്ന അയലത്തെ ഒരു ചേച്ചി സംസാരിക്കുന്നത്. അപ്പോൾ അയലത്തെ ചേച്ചി കൊടുക്കുന്ന ബൈറ്റിനകത്ത് ചേച്ചിക്ക് കുഞ്ഞിനെ ഭയങ്കര ഇഷ്ടമാണ്. ഈ വീട്ടുകാരുടെ ഇപ്പോൾ ശ്രീധുവിനെ അധികം അടുപ്പിക്കുന്നതിന് ഈ കുഞ്ഞിനെ ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാൽ ഓമനത്തോളം മാലാ കുഞ്ഞാണ്. അപ്പോൾ ആ കുഞ്ഞിന് പാവാട വെച്ച് വെച്ചിട്ടുണ്ട്, കുഞ്ഞിപ്പാവാട. സത്യം പറഞ്ഞ വാർത്ത കാണുമ്പോൾ നമുക്ക് തൊണ്ടയ്ക്കകത്തൊരു തേങ്ങല. ഒരു പുലർച്ചെ 5 മണിക്ക് ഒന്നും അറിയാത്തൊരു കുഞ്ഞിനെ കൊണ്ട് കിടറ്റിലോട്ട് എറിയുന്ന ചിന്ത മനസ്സിലോട്ട് നമ്മൾ ആ ചിന്തയെ തട്ടി മാറ്റും. നമുക്ക് താങ്ങാൻ പറ്റില്ല ഈ സാധനം. ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ ഈ കുഞ്ഞുമായി ബന്ധപ്പെട്ട വാർത്ത വരുമ്പോൾ ആ വീട്ടുകാർക്ക് അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക്, അമ്മൂമ്മയ്ക്ക്, അച്ഛന്, അല്ലെങ്കിൽ അവരുടെ മുഖത്തുനിന്ന് ഇപ്പോൾ പ്രത്യേകിച്ച് യാതൊരു ഷോക്കും ഇല്ല, പ്രത്യേകിച്ച് യാതൊരു വികാരവും ഇല്ല, പ്രത്യേകിച്ച് യാതൊരു സങ്കടവും ഇല്ല. അങ്ങനെയുണ്ടോ ശ്രീ മനോഹരൻ? അതെന്താണത്? തൊട്ട് മുമ്പോട്ട് പിന്നെ ഈ ഹരികുമാറിനെ കുറിച്ചിട്ട് വേറെ ഈ നമ്മുടെ കുഞ്ഞിനെ എടുത്ത് കിണറ്റിലിട്ട് കൊല്ലുന്ന അതിൻ്റെ തലേ ദിവസം വരെ തന്നെ ഈ കുറ്റവാളി എല്ലാ ദിനം പ്രതിയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തുകൊണ്ടിരുന്നതാണ്. മനസ്സിലാക്കണം. അത് ഇദ്ദേഹം ഈ ഹരികുമാർ ഒരു യുവാവായ ഹരികുമാർ പ്രത്യേകിച്ച് ലഹരി പദാർത്ഥങ്ങളോ മറ്റ് പദാർത്ഥങ്ങളോ ഒന്നും ഉപയോഗിക്കുന്ന വ്യക്തിയല്ല. അതുപോലെ തന്നെ വല്ല പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് അങ്ങനെ ഒന്നും അദ്ദേഹത്തിനില്ല. ഇതിലൊരു ഭാഗ്യശക്തി ഉറപ്പായിട്ടുണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അതിനെ കണ്ടുപിടിക്കുക, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിയമപരമായി തന്നെ ഇതിനെ കൈകാര്യം ചെയ്ത് ഇതിനൊരു ഈ ലഹരി വേട്ട അതിനേക്കാളും ഉപരിയായി ഇതിനെ ഒരു കോൺസെൻട്രേഷൻ ഗവൺമെൻറ് കൊടുത്ത് അതിൽ ശ്രദ്ധ കൊടുത്ത് ഇതിനെ ഇല്ലായ്മ ചെയ്യുവാനുള്ള സംവിധാനം ഉണ്ടാകണം. ഈ കൊടും ക്രൂരത എന്ന് പറയുന്ന ഒരു കൊച്ചു കുഞ്ഞിനെ, അമ്മയോടൊപ്പം കിടന്ന ഒരു കുഞ്ഞിനെ എടുത്ത് നിസാരം പോലെ എടുത്ത് കിണറ്റിനകത്തിട്ട് അതിനെ ഇല്ലായ്മ ചെയ്യുക എന്ന് പറയുമ്പോൾ, പക്ഷേ അവരുടെ ആ കുടുംബത്തിലെ അന്ന് ഞാൻ അവിടെ ചെയ്തപ്പോൾ ഇവർക്കൊന്നും ഒരു ഭാവവ്യത്യാസമില്ല. ഒരു കുഞ്ഞ് നഷ്ടപ്പെടുക, 2 വയസ്സായ ഒരു കൊച്ചു ബാലിക നഷ്ടപ്പെട്ടതിൻ്റെ ഇതും അവർക്കത് കാണാൻ സാധിക്കുന്നില്ല അതിൽ, അവരുടെ മനോഭാവത്തിൽ. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ സാറേ? നമുക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതാണോ? പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് എന്ത് മുട്ടുകൊട്ടുക എന്ന് പറയുന്ന പോലും നമുക്ക് താങ്ങാൻ പറ്റുന്നതല്ല, പനിയൊന്നും താങ്ങാൻ പറ്റുന്നതല്ല. ഇവിടെ ഞാൻ എക്സാക്ട്ലി ചൂണ്ടിക്കാട്ടി, 2 വയസ്സുകാർ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ ബ്രൂട്ടലായി കൊന്നു. ആ വീട്ടുകാർക്ക് അത് യാതൊരു സങ്കടവും ഇല്ല. ഈ അച്ഛൻ എന്ന് പറയുന്ന ആളുടെ പ്രതികരണം ഞാൻ പ്രതികരണം അവിടെ വന്നിട്ടുണ്ടോയെന്ന് അറിയില്ല, പ്രതികരണം ഞാൻ കണ്ടിട്ടില്ല. എങ്ങനെയാണ് നിർവികാരമായിരിക്കാൻ കഴിയുക? അപ്പോൾ സ്വാഭാവിക സംശയം ഉണ്ടാവില്ലേ ഈ കുഞ്ഞിൻ്റെ മരണത്തിൽ ഈ വീട്ടുകാർക്ക് മൊത്തം അറിവുണ്ട് എന്നൊരു സംശയം ഉണ്ടാവില്ലേ ശ്രീ മനോഹരൻ? 100% അവരെ കാണാം. അവരതിലൊന്നും ഈ മരണവുമായിട്ട് ബന്ധപ്പെട്ട ആ സമയങ്ങളിലൊന്നും അവർ വളരെ ഇതൊന്നും കാണിക്കുന്നില്ല. അവരുടെ ഫീലിംഗ് ആണ്. ഒരു കുഞ്ഞ് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് അറിഞ്ഞൂടെ നമ്മൾ എന്തുമാത്രം വേദന അനുഭവിക്കും. ആ വേദന ഒന്നും അവരുടെ കുടുംബത്തിൽ സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇതിൽ എന്തൊക്കെ ദുരൂഹതകൾ ഇതിലുണ്ട്. അതിന് കണ്ടുപിടിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ അതിന് തയ്യാറാവണം. അപ്പോൾ ഉടൻ തന്നെ നമ്മുടെ DYSP വന്ന് ഉടൻ തന്നെ ഒരു 5-5:30 മണിയായപ്പോൾ തന്നെ ഫയർഫോഴ്സിനെ വിളിച്ച് പെട്ടെന്നൊരു സഡൻ ആക്ഷൻ ഉണ്ടായി. അദ്ദേഹത്തിന് എന്തോ അപ്പോൾ മൈൻഡിൽ കിട്ടിയായിരുന്നു. ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിളിച്ച് കിണറ്റിൽ നോക്കാൻ പറഞ്ഞു. കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചു. അപ്പോൾ അതിന് ശേഷം നടന്ന കാര്യങ്ങളെന്ന് പറയുന്നത് സാധാരണ ഒരു ഡെത്ത് പോലെയാണ് പിന്നെ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത്. സാധാരണ ഒരു കാര്യം, അതിനൊരു ഇമ്പോർട്ടൻസ്, കുഞ്ഞിൻ്റെ മരണം എന്ന് പറയുന്നത് വളരെ നാടിന് നടുക്കിയ ഒരു സംഭവമാണ്. അപ്പോൾ അതിനത്രയും തീവ്രതയോടുകൂടെ അന്വേഷിച്ച് ഇതിലെ യഥാർത്ഥ കുറ്റവാളികളെ മുൻപന്തിയിൽ കൊണ്ടുവരണം. അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കണം. ഇങ്ങനെ ഒരു സംഭവം ഈ ഒരു നാട്ടിലും ഉണ്ടാകാത്ത രീതിയിലുള്ള മുൻകരുതലുകൾ ഗവൺമെൻറ്റും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് എൻ്റെ റിക്വസ്റ്റ്. നാട്ടുകാരൻ ഹരികുമാർ എന്ന് പറയുന്ന അമ്മാവൻ ഇപ്പം ഞാൻ പറഞ്ഞത് ഓരോരുത്തർക്കും കഴിവുകൾ വ്യത്യസ്തത ഉണ്ടാവാം. ഇയാൾ കുറച്ച് കഴിവ് കുറഞ്ഞ ആളാണെന്ന് പറയുന്നുണ്ട്. എങ്കിൽ കൂടി ഇയാൾ ജോലിക്ക് പോകുന്നുണ്ട്. ഇയാൾ ക്ഷേത്രത്തിൽ പൂജയ്ക്കായി സഹായിക്കാനൊക്കെ പോകുന്നുണ്ട്. ഇയാൾ ഈ പറഞ്ഞ ക്ഷേത്രപ്പേരിൽ പങ്കെടുക്കുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ ഈ പോലീസ് പറയുന്ന മാനസികാസ്വാസ്ഥയുള്ള ആൾക്ക് ചെയ്യാൻ പറ്റുന്ന പണിയാണ് ഇതൊക്കെ, അല്ലല്ലോ. ഇയാൾ വാട്സാപ്പ് ഉപയോഗിക്കുന്നുണ്ട്, ഇയാൾ വാട്സാപ്പിൽ സഹോദരിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. നോ നെവർ എല്ലാ കാര്യങ്ങളും നെവർ ഒരിക്കലും അല്ല. അവൻ എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുന്നു. കാരണം എന്നെ കാണുമ്പം ഇന്ന് പോയില്ല അങ്കളെ എന്നൊക്കെ ചോദിക്കും ചിരിച്ചുകൊണ്ടാണ്. പക്ഷേ ഈ ദിവസത്തിൻ്റെ തലേ ദിവസം കണ്ടപ്പോൾ അവനൊരു മുഖത്തൊരു ഭയങ്കര ഒരു ഗർവ് പോലെ കണ്ടായിരുന്നു. ആ ദിവസം, ആ തലേ ദിവസം മറ്റുള്ള ദിവസങ്ങളിലെല്ലാം അവൻ കാണുമ്പോൾ ഹാപ്പി ആയിട്ടാണ് ചിരിച്ചിട്ടാണ് പോകുന്നത്. അതിലൊരു വ്യത്യാസമൊന്നുമില്ല. ഇതിന് പെട്ടെന്ന് ഇതവർ കരുതിക്കൂട്ടി കാര്യങ്ങൾ നീക്കിയതാണ് ആ ദിവസത്തേക്ക് വേണ്ടി. 16 എന്ന് പറയുന്ന അവരുടെ ദോഷം തീർന്നു പോകുന്ന ദിവസമാക്കി മാറ്റി എന്നാണ് എൻ്റെ അനുമാനവും സംശയവും. അതിന് ഒരു പോംവഴി കണ്ടെത്തണം.
അതെ, അപ്പോൾ ഞാൻ അതിലേക്കാണോ പോലീസ് എത്തുന്നത് എന്നാരും അറിയില്ല. പക്ഷേ നമ്മൾ ഈ മുട്ടസ്വാമി എന്ന് പറയുന്ന പൂജാരി ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയുമാണ്. നമുക്ക് നോക്കാം.